ആ എസ് ഐ വന്നിട്ടില്ലടോ, ഞാൻ വിളിക്കാം. ആ അത് 13 മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഉണ്ട്. ഓ ഞാൻ ആളെ വിടാം. ആ സാറേ, എസ് ഐ സാർ എപ്പോഴാ വരുമോ? ആ എസ് ഐ സാറ് വരാറുണ്ട്. അവിടെ ഇരിക്കും. നായർ സാർ. ആ കേട്ടിട്ടുണ്ടോന്ന്? എന്താ ഈ പ്രശ്നം? അതെ, 2 ചെക്കന്മാർ ഇപ്പോൾ വേണ്ടപ്പെട്ട കുട്ടികളാ. ഒരിങ്ങനെ ബൈക്കിന് വരുമ്പോൾ ഒരു ബംഗാളി ഇങ്ങോട്ട് വരികയാണ്. ശരിക്കും സാറിനോട് പറഞ്ഞു കൊടുക്കുക. എന്തുണ്ട്? അതെ സാർ, ഞങ്ങൾ സാറേ ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു സാർ. ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. എവിടെ വെച്ചിട്ട്? ചെമ്മോട്ട ജംഗ്ഷനിൽ വെച്ചിട്ട്. ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു സാർ. അതിൻ്റെ ഇടക്കാണ് ഇടതുവശത്ത് കിടന്ന് കയറി വന്നത്. ശരിക്കും കൈകൊണ്ട് കുറെ കാണിക്കുകയോ ചെയ്തു. തൊള്ളയിൽ കുറെ സിഗ്നൽ ഇങ്ങോട്ട് വന്നിട്ടാണ് എൻ്റെ വണ്ടിയാണ്. ആരുടെ വണ്ടിയാണോ ഇത്? എൻ്റെ വണ്ടിയാണ്. തൻ്റെ ആണോ? പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടോ? പിന്നെന്താ വണ്ടി ഇവിടെ എടുത്ത് മാറ്റടോ. എന്താണത്? ഒരു വണ്ടി വഴി വെച്ചിട്ട് ആരുമില്ല. അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞാ കോടതിയിൽ ആരാ പോയത്? സുധീർ. നമസ്കാരം സാർ. എസ് ഐ ആണ്. എല്ലാം ശരിയാവില്ലേ? സാറേ കയറിക്കോട്ടെ. അവിടെ പോയിരിക്കും. ആ തലയ്ക്ക് പോയിരിക്കും. കൊണ്ടാക്കി വെച്ചേക്കണ കസേര ഉണ്ട്. സാർ എന്താടോ? ജോയിൻ ചെയ്യാവുന്ന സാർ. ജോയിൻ ചെയ്യാവുന്ന സാർ. ആ തനിക്കൊന്നും വേറെ പണിയൊന്നും കിട്ടിയില്ലടോ. ഈ കസേര എന്നാക്കുന്ന കാര്യം എന്തായി? സാർ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ പോലീസാണോ? അതെ സാർ. എങ്കിൽ പോയി അയാളെ പൊക്കി എടുത്തിട്ട് പാടോ. ശരി സാർ. തൻ്റെ നാട് എവിടെയാണെന്നാ പറഞ്ഞത്? നിലമ്പൂരാണ് സാർ. നിലമ്പൂരല്ല, വെടിയുർച്ചയൊക്കെ കിട്ടുമല്ലോ. കിട്ടും സാർ. താൻ വേറെ ലിസ്റ്റിലൊന്നുമില്ലേ? ഇല്ല സാർ. ഇപ്പം ഏറ്റവും പെട്ടെന്ന് കിട്ടാവുന്ന സർക്കാർ ഉദ്യോഗം പോലീസാണല്ലേ? ഞാൻ അങ്ങനെയൊന്നുമില്ല സാർ. ഡോനല്ലേ ഇരിക്കി. താനൊക്കെ കൂടിയാ മോഹനെ പൂട്ടാൻ തീരുമാനിച്ചല്ലേ? അതല്ല സാർ, ഇവിടെ വിട്ടുകളാ, ഒരാളുടെ ജോലിക്കാരിയല്ലേ? ഇത് അസോസിയേഷൻ്റെ തീരുമാനമാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ സാർ. സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിച്ചത് ഉണ്ടാക്കാൻ ശ്രമിച്ച ആരാന്നൊക്കെ എനിക്കറിയാം കേട്ടോ. പോലീസിൽ ക്രിമിനൽസിനെ വെച്ച് ഉറപ്പിക്കേണ്ടെന്നാണ് അസോസിയേഷൻ്റെ തീരുമാനം. അത് ഞങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. സാറിന് പറ്റില്ലേ പറഞ്ഞോളൂ, ഞങ്ങൾ പോയിക്കോളാം. എന്നാ നീയൊക്കെ എന്താന്ന് വെച്ചാ ചെയ്. ആ ശരി. നാരേ നാരേ തന്നെ മോഹനോടോ ചെറുക്കനില്ലേ ഷിയാബ? അവനോടും വരാൻ പറ. മോഹനത് നൈറ്റ് ഡ്യൂട്ടിയാ സാർ. അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ തന്നെ വരാൻ പറ. എന്തായി? ഒപ്പിട്ടിട്ടില്ല സാർ. ആരെ സാർ? ശരിയാക്കി കൊടു. വരും. അന്ന് എനിക്ക് നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ. അന്റെ പേര് എവിടെയാ? ടൗണിൽ തന്നെ. ടൗണില് ജുമാഅത്ത് പള്ളിന്റെ അടുത്താ? നമ്മളെ പ്ലാസ കലയിൽ ജഡ്ജനല്ലേ? എന്താ അവിടെ? അല്ല, ഇതിപ്പോ കോളേജിന്റെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നാ. അല്ല, നമ്മൾ ഇടപെടണം. ഇല്ല, ഇതിപ്പോ പ്രിൻസിപ്പളിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത്. ശരിയാ? ശരിയാ. അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ അസോസിയേഷൻ യൂണിയൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയൊക്കെ തന്നെ, പക്ഷെ അത് വെച്ചിട്ട് ശരി, നിങ്ങൾ ഇവിടെ ഇങ്ങനെ തൊള്ളപ്പെട്ട് അടിച്ച് കുത്തിരുന്നോളൂ. എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ പറ്റൂലേ പറയ്, ഞാൻ എസ് ഐനോട് അറിഞ്ഞോളാം. ഓ, തിരക്കിൻ്റെ ഇടയിൽ കേട്ട കാര്യം കണ്ട് വിട്ടു. ഇഞ്ചക്ഷനോ? അതെ. എന്താ ഇഞ്ചക്ഷൻ? അല്ല, അത് ഈ കോടതിയിൽ നിന്ന്. എസ് ഐ സാർ. പോയില്ല താനിതുവരെ? ഇല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ തൽക്കാലം മതിൽ വിളിച്ചു കൊടുക്കും, ബാക്കി കാര്യം നമ്മൾ നോക്കാം. ചെല്ലേ. ഓ ശരി, കേട്ടിരിക്കും.
രാവിലെ വിശാല് പിടിച്ചോണ്ട് വന്ന ബംഗാളിക്ക് ഓന്റെ ബൈക്ക് ഇടിച്ചിട്ട് നമ്മളെ ചെക്കന്മാരെയാ. ആണോ? സാറ് പെട്ടെന്ന് തീർത്ത് തരണം. വിശാലേ കെട്ടിയുടെ കാര്യം എന്താ? അവൻ ആസാമിയാണ് സാർ. അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവനും മനസ്സിലാവില്ല. തനിക്ക് ഹിന്ദി അറിഞ്ഞൂടെ? കേരള പോലീസിന് ഹിന്ദി അറിയില്ലല്ലോ സാർ. അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സാറേ കണ്ടോ? ഇതരാ കണ്ടോ? ഇങ്ങോട്ട് അങ്ങനെ नाम क्या है तुम? सुमंगल. हाँ सुमंगल. नाम बोल. सुमंगल. क्या काम करते हो? बेकरी. क्या? सीमेंट का. क्या? सीमेंट का काम करता हूँ. बेकरी में या मिस्त्री? सीमेंट का काम करता हूँ. क्या? कहाँ से हो? असम का. हाँ? असम. असम से? आतंकवादी है तुम? असम का. അല്ലാ, തീവ്രവാദി. ചോദിച്ചോട്ടെ. സാർ ചോദിക്കട്ടെ. लाइसेंस दिखाओ. लाइसेंस. लाइसेंस दो. दे रहा हूँ. नहीं है मेरे पास लाइसेंस. लाइसेंस नहीं है? फिर क्यों गाड़ी चलाया तू? चूतिया बना रहा है? चूतिया लगता हूँ मैं? बोल. आईडी कार्ड दे. आईडी कार्ड नहीं है. आईडी कार्ड नहीं है? फिर किससे पूछकर गाड़ी चला? किसने दिया गाड़ी? मालिक ने दिया. मालिक का नंबर दो. देता हूँ. दे रहा हूँ. ഇപ്പൊ മനസ്സിലായ കേരള പോലീസിന് ഹിന്ദി അറിയാന്ന്? നമ്പർ വാങ്ങണോ? നമ്പർ സാറൊരു സംഭവം. 9746 9746 412 412 223 223 3. 3. ഇതിലും വലിയ എന്തൊക്കെ വൃത്തികളിൽ ഈ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് ഫാൻ തുറങ്ങാത്തോ? അതല്ല, ഞങ്ങളുടെ കയ്യിലും അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആരെയും വ്യക്തിപരമായി ഹറാസ് ചെയ്തിട്ടില്ല. എന്ത് വ്യക്തിപരം? ആ പയ്യനെ വെച്ച് സ്റ്റേഷൻ വളപ്പിലെ വണ്ടിയുടെ എഞ്ചിൻ അയച്ചെടുക്കല്ല അവന്റെ പണി. കുറെ കാലായില്ലേ തുടങ്ങിയിട്ട്. ആ ചെക്കൻ ഒരു അയ്യോ പാവായതുകൊണ്ടല്ലേ ഇനി എത്ര കേസുകൾ തെളിയാൻ കിടക്കുന്നു? അല്ല പിന്നെ നിങ്ങൾ തെളിയിക്ക്. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിച്ച് നടന്നോ? ഡിപ്പാർട്ട്മെന്റ് അതിനെ നാണക്കേട്. സാറേ ആ ഇനി കയറിക്കോട്ടെ. താനവിടെ പോയിരിക്കടോ. സാർ എത്ര നേരെ സാറേ ഞങ്ങൾ വന്നിട്ട്? ഞങ്ങൾക്ക് ശേഷം വന്നവരും പോയി കണ്ടല്ലോ. സമയമുണ്ട്, വിളിക്കാം. അവിടെ പോയിരിക്കേ. എന്ത് സമയമുണ്ടെന്നാണ് വിളിക്കാന്നല്ലേ പറഞ്ഞത്? എന്താണ് ബഹളം? ആ സാറേ, ആരാണോ അത്? സമയമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ. ആ അവനകത്തേക്ക് വിട്. ആ സാറേ. സാർ എന്താടോ? ഒരു പരാതിയുണ്ട്. അഴിച്ചാടോ? സാർ സാർ ദാ. ഓക്കെ, ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാം. എന്താ നിന്റെ പേര്? ഇർഫാൻ. നിന്റെയാ? അനിത.